ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അമേരിക്കയുടെ അസറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും അർത്ഥത്തിൽ അപകടം വരുത്തുക എന്ന ഒരൊറ്റ ഉറച്ച തീരുമാനത്തിലാണ് ഇറാൻ ഭരണകൂടം ഇരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഒരു വാർത്ത ഉണ്ട്. സൗദി മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് സ്പോക്മാനാണ് ഇപ്പോൾ പുറത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും. അതുമാത്രമല്ല, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ വിലയിരുത്താൻ പറ്റിയ ഒരു ആക്രമണമാണ്. അദ്ദേഹം പറയുന്നത് ദ US എംബസി ഇൻ റിയാദ് വാസ് ടാർഗറ്റഡ് ബൈ 2 drones റിസൾട്ടിങ് ഇൻ ഫയർ ആൻഡ് മെറ്റീരിയൽ ഡാമേജ്. നമ്മുടെ രാജ്യത്തുള്ള US എംബസിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് 2 ഡ്രോണുകൾ അറ്റാക്ക് നടത്തുകയും അവിടെ തീ കത്തുകയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് സൗദി മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് സ്പോക്മാൻ എന്നുള്ള ആ ഒരാളിൽ നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ നിന്ന് നേരത്തെ ഇറാൻ്റെ ഭരണകൂടം വ്യക്തമാക്കിയതായിരുന്നു, ഇറാനുമായി US ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങളുടെ പരിധിക്കുള്ളിലുള്ളതാണ്, അഥവാ നമ്മുടെ നിയമാനുസൃതമായിട്ടുള്ള ടാർഗറ്റിൽ പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടച്ചുപൂട്ടുകയോ രാജി പറയുകയോ ചെയ്താൽ ആ ഭാഗത്തോ ആ രാജ്യത്തോ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു വലിയ പ്രസ്താവന ഇതിനു മുമ്പേ ഇറാൻ വ്യക്തമാക്കിയതായിരുന്നു. പക്ഷെ അന്നൊന്നും എളിലിസ്റ്റുള്ള പല ഭരണകൂടങ്ങളും അതിനത്ര കണ്ടിട്ട് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോയി. അവസാനം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പം എല്ലാ അസറ്റുകളും ഇറാൻ്റെ ഈ പുറത്തുള്ള രാജ്യത്തിൻ്റെ അഥവാ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ അസറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ GCC കൺട്രികളിലത് തെരഞ്ഞ് കണ്ടുപിടിച്ച് കൃത്യമായി ആക്രമണം നടത്തുന്ന ഒരു പ്രത്യേക ഒരു പരമ്പരയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഇനിയും GCCക്ക് ആവശ്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യം അഥവാ ഞങ്ങളുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട രാജ്യത്തുള്ള ഏതെങ്കിലും അസറ്റുകൾ GCC കൺട്രികൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ നിയമാനുസൃതമായി നേരിടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ എതിർപ്പുകൾ അത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്നതല്ല. ഞങ്ങൾ ആയുധങ്ങളുടെ 1% മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ക്ലാസിക്കലായിട്ടുള്ള ആയുധങ്ങൾ നിലവിൽ വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മനസ്സിലാക്കി ഞങ്ങളോട് പൊരുതുക എന്നാണ് ഈ GCCയോട് ഇറാൻ്റെ ഭരണകൂടം പറയുന്നത്. അഥവാ ഇറാൻ ഭരണകൂടം അത്ര കണ്ട് പേടിക്കുന്നില്ല എന്ന് ചുരുക്കം. GCC കൺട്രിയിൽ നിന്ന് എന്ത് വന്നാലും ഞങ്ങളത് വലിയ രൂപത്തിൽ നേരിടാൻ സന്നദ്ധത അറിയിക്കുന്ന ഒരു വലിയ ഒരു അജയമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ GCC കൺട്രികൾക്കും ഒന്നാകെ കൊടുത്തിട്ടുള്ളൊരു മുന്നറിയിപ്പ്. അവിടുന്ന് ഈ GCC കൺട്രി ഇനി ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒന്നെങ്കിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് കൊണ്ടുവരിക, അല്ല അടച്ചുപൂട്ടി എന്ന് ഡിക്ലെയർ ചെയ്യുക. ഇനി അതുമല്ല, അമേരിക്കയുടെ കാലും കൈയും പിടിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം യുദ്ധം നിർത്തിവെക്കണമെന്ന് അമേരിക്കയോട് ട്രംപിനോട് പറയുക. ഇതല്ലാത്ത വഴി GCC ഭരണകൂടത്തിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. US എംബസി അതുപോലെ തന്നെ US വിമാനത്താവളം US സഹകരണത്തോടു കൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ അഥവാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് മീൻസ് ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേൽ കമ്പനികളുടെയോ അമേരിക്കൻ കമ്പനികളുടെയോ അസറ്റുകളായിട്ട് പരിഗണിക്കുന്ന ഹോട്ടലുകൾ ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇപ്പം വലിയ രൂപത്തിൽ ദുബൈയുടെ ഭാഗത്തൊക്കെ ഇവരിപ്പം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ദുബൈയിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ബിൽഡിങ്ങിനെ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ആരതാണ്, ഇതിൻ്റെ ലാഭം ആർക്കാ പോകുന്നത് എന്നൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പം മുഴുവൻ മേഖലകളിലേക്കും യുദ്ധത്തെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അഥവാ അവിടെ സിവിലിയൻസിനെ ലക്ഷ്യമാക്കാതെ തന്നെ അസറ്റിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇറാൻ്റെ ഭാഗത്ത് നടക്കുന്നത്. മൊത്തം ഇറാൻ്റെ ഒരു വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ അമേരിക്കയുടെ എല്ലാ അസറ്റുകളും ഒന്നുമല്ലാതാക്കുക, ഈ യുദ്ധം എന്നേക്കും അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം തരിപ്പണമാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാത്തിരിക്കാം പുതിയ വിശേഷമായിട്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.